നമ്മളൊക്കെ വർഷത്തിൽ ഒരിക്കലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പക്ഷെ ഓസ്ട്രേലിയയിൽ 2 തവണയാണ് ഒരു വർഷത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുക. ജൂലൈയിലും ഡിസംബറിലും. ജൂലൈയിൽ വിൻ്റർ ക്രിസ്മസും ഡിസംബറിൽ സമ്മർ ക്രിസ്മസും. കണ്ടാലോ? സിനിമയിലൊക്കെ കാണുന്ന പോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഓസ്ട്രേലിയയാണ് ക്രിസ്മസിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഡിസംബർ എന്ന് പറയുന്നത് ഇവിടെ പീക്ക് സമ്മർ ടൈം ആണെന്നും ഒരു 35-40 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നിൽക്കുന്ന ഒരു ടൈമാണെന്നും. അതുകൊണ്ട് തന്നെ സാധാരണ കാണുന്ന പോലെ മറ്റേ വൂളൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ അല്ല നമുക്ക് ഡിസംബറിലുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു കുറവ് തീർക്കാനായിരിക്കും ഇവർ ജൂലൈ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സംഭവം ചെയ്യുന്നത്. ഇത് ഡിസംബർ ക്രിസ്മസിൻ്റെ അത്ര പോപ്പുലർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും കുറേയെങ്കിലും സ്ഥലങ്ങളിൽ ഇത് കുറച്ച് അടിപൊളിയായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് സിഡ്നിയിലെ റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നോർമലിയും ഒരു റോക്സ് മാർക്കറ്റ് ഉണ്ട് വീക്കെൻഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് ഇവർ ക്രിസ്മസ് വിൻ്റർ മാർക്കറ്റാണ്, ക്രിസ്മസ് ഇൻ ജൂലൈ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുഡുണ്ട്, കുറേ പാട്ടും പരിപാടികളും ഒക്കെ ഉണ്ട്. അതുപോലെ അല്ലാണ്ട് കാണാൻ ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ മെയിൻലി ഇൻസ്റ്റാഗ്രാം വൃത്തിയായിട്ടുള്ള പല പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഫോട്ടോ ഏരിയാസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഈ ജൂലൈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്കൊന്ന് സതേൺ ഹെമിസ്ഫിയറിലുള്ള ഒരുവിധപ്പെട്ട രാജ്യങ്ങളെല്ലാം, കാരണം അവർക്ക് വിൻ്റർ ഈ ഒരു ടൈമിങ്ങിലേക്കാണ് വരുന്നതെന്നുള്ളത് കൊണ്ട് അവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, അർജൻറ്റീന, അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട രാജ്യങ്ങളും ഈ ഒരു സംഭവം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇപ്പം US കാനഡയാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ആ ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെയും കുറേ സെയിൽസും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്.